പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഈ വരുന്ന മാർച്ച് 27 സ്റ്റേറ്റ് സിലബസിൽ +1 മാത്തമാറ്റിക്സ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സെഷനാണ് ഇത്. ഓരോ ചാപ്റ്ററിലെയും പ്രധാന പോയിന്റ്സ് വിശദീകരിക്കുന്നതിനോടൊപ്പം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും പ്രധാനപ്പെട്ടതും ആവർത്തിച്ച് വരുന്നതുമായ 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ജയിക്കുമെന്ന് ഇപ്പോഴും ആശങ്കയുള്ളവർക്കും മാത്തമാറ്റിക്സ് പരീക്ഷയെ വളരെയധികം പേടിച്ചൊക്കെ കാണുന്നവർക്കും ഒരു സഹായം ആകുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ചാപ്റ്റർ 1 സെറ്റ്സ്, അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഒരു പോയിന്റ്സ് നമുക്കറിയാമെങ്കിൽ ആ ചാപ്റ്ററിൽ ചോദിക്കുന്ന 3 മുതൽ മാക്സിമം 7 വരെയുള്ള മാർക്കിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പോയിന്റ്സ്. ഫസ്റ്റ് വൺ, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. ഒരു സെറ്റിനെ നമുക്ക് 2 രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് റോസ്റ്റർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ ആ സെറ്റിലെ എലമെൻസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുക. സെറ്റ് ബിൽഡർ ഫോമിൽ അതിനെ റൂൾ മെത്തേഡ് എന്നും പറയും. ഏത് റൂളാണോ ആ സെറ്റ് അല്ലെങ്കിൽ അതിലെ എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ആ റൂളായിരിക്കും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ്, സബ്സെറ്റ്. ഇഫ് എവരി എലമെന്റ് ഓഫ് ബി ഈസ് ആൻ എലമെന്റ് ഓഫ് എ, then ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആൻഡ് എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. മൂന്നാമത്തെ പോയിന്റ്, ഇഫ് എ സെറ്റ് ഹാസ് n elements, then its number of subsets, നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇസ് ഈക്വൽ ടു 2 raised to n. n എന്ന് പറയുന്നത് ആ സെറ്റിലെ എലമെന്റ്സിന്റെ നമ്പർ ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ഡിസ്ജോയിന്റ് സെറ്റ്സ്. 2 or more sets having different elements. എ ബി എന്നീ 2 സെറ്റ് തന്നിരിക്കുന്നു. അതിലെ എലമെന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, അതിൽ ചില ടേംസ് ആണ് നമുക്ക് പറയാനുള്ളത്. യൂണിവേഴ്സൽ സെറ്റ്സ്, യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ്സ് ഉപയോഗിച്ചിട്ട് 2 സെറ്റ്സിന്റെ യൂണിയൻ എഴുതാൻ പറ്റും, അതിന്റെ ഇന്റർസെക്ഷൻ, അതുപോലെ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്, ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്താണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ആറാമത്തേത് വെൻ ഡയഗ്രം ആണ്. വെൻ ഡയഗ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റിനെ നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടു കൂടി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് വെൻ ഡയഗ്രം അത് എന്ന് ഉദ്ദേശിക്കുന്നത്. Question number 1. If A is equal to set x, where x is a natural number less than 3, then question A. Write A in roster form. നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിനകത്ത് സെറ്റ് ബിൽഡർ ഫോമിലാണ് ആ സെറ്റിലെ എലമെന്റ്സ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ റൂളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സെറ്റിലെ എലമെന്റ്സ് എല്ലാം ലെസ് ദാൻ 3 ആയിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അത് തന്നെ ലെസ് ദാൻ 3 ആയിരിക്കണം. അപ്പം അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ആ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പം 3നേക്കാൾ കുറവായ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം 1ഉം 2 ആണ്. സോ റോസ്റ്റർ ഫോം ഈസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാ സബ്സെറ്റ്സും എഴുതാനാണ് രണ്ടാമത്തെ ചോദ്യം. സബ്സെറ്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്, അതുകൊണ്ട് സെറ്റ് 1, 2 ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ നൾ സെറ്റ് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആണ്, സോ നൾ സെറ്റ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റും ഓരോ സെറ്റിനെ സൂചിപ്പിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സും സബ്സെറ്റിനെ സൂചിപ്പിക്കും. ഇവിടെ ഇപ്പം സെറ്റ് 1 സിംഗിൾ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ്സെറ്റ് ആണ്. സെറ്റ് 2 അനദർ സിംഗിൾ എലമെന്റ്, അതും ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെ 2 എലമെന്റ് ഉള്ള ഒരു സെറ്റിന് 4 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഫസ്റ്റ് വൺ ഓപ്പൺ ഇന്റർവൽ 6, 12, ബി ക്ലോസ്ഡ് ഇന്റർവൽ 6, 12, സി സെമി ക്ലോസ്ഡ് ഇന്റർവൽ 6, 12. മൂന്നും ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓപ്പൺ ഇന്റർവൽ 6, 12. ആൻസർ A is equal to the set x such that x is a real number, x is a real number
വേർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. ഓപ്പൺ ഇൻ്റർവെൽ എഴുതുമ്പോൾ നമ്മൾ ഈ 6ഉം 12ഉം ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി സെറ്റ്. ദെൻ രണ്ടാമത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 6, 12. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് നമുക്ക് തരുമ്പോൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. എ ഈസ് ഈക്വൽ ടു എക്സ് such that x belongs to R, which means x is a real number, where 6 less than or equal to x less than or equal to 12. ഇവിടെ 6ഉം 12ഉം ഈ സെറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. മൂന്നാമത്തെ ടൈപ്പിൽ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 6, 12 എന്നാണ് തന്നിരിക്കുന്നത്. ഒരു സൈഡ് ഓപ്പൺ ആണ്, മറു സൈഡ് ക്ലോസ്ഡ് ആണ്. എ ഈസ് ഈക്വൽ ടു എക്സ് such that x belongs to R, 6 less than x less than or equal to 12. ഇവിടെ 6 ഈ സെറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, പക്ഷേ 12 ഈ സെറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഈ മൂന്ന് ഇൻ്റർവെൽസും തമ്മിലുള്ള ഡിഫറൻസ്. ദിസ് ഓപ്പൺ ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആൻഡ് ദിസ് ഈസ് സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. If x by 3 plus 1, y minus 2 by 3 is equal to minus 2 by 3, 2 by 3, then find x and y. ഈ ഇക്വേഷൻ ഇവിടെ ഒരു ഇക്വേഷൻ ആണ്. ഈക്വൽ ടു ഇട്ട് തരുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് LHSൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ്. നമുക്കറിയാം ഈക്വൽ ടു ഇട്ട് നമുക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലെയും വാല്യൂസ് ഈക്വൽ ആയിരിക്കും. So from the given equation, x by 3 plus 1 is equal to minus 2 by 3. x by 3 is equal to minus 2 by 3 minus 1. LHSൽ ഉണ്ടായിരുന്ന പ്ലസ് 1 നമ്മൾ RHSലേക്ക് മാറ്റുമ്പോൾ അത് മൈനസ് 1 ആവും. That is equal to, taking LCM 3 minus 2, this minus 1 become minus 3. Minus 2 minus 3 equal to minus 5. So it is minus 5 by 3. Then നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് x by 3 ആണ്. സോ x ഈസ് ഈക്വൽ ടു ഈ 3 നമ്മൾ RHSലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് 5 by 3 ഇൻറ്റു 3. 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു മൈനസ് 5. സിമിലർലി രണ്ടാമത്തെ എലമെൻറ്റ് നമുക്ക് കമ്പയർ ചെയ്യാം. y മൈനസ് 2 by 3 ഈസ് ഈക്വൽ ടു 2 by 3. അവിടെ y ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യാനുള്ളത് ഈ മൈനസ് 2 by 3യെ RHSലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ 2 by 3 പ്ലസ് 2 by 3. 2 by 3 plus 2 by 3 directly gives the value of y. It is 4 by 3. So y is equal to 4 by 3. Therefore, value of x equal to minus 5 and value of y is equal to 4 by 3. Okay. Question number 4. If u is equal to set 1, 2, 3, 4, 5, 6 is the universal set. A is equal to set 2, 3, 4 and B is equal to 2, 3, 4, 6. Then verify that A intersection B complement is equal to A complement union B complement. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ്, അതുപോലെ ഇന്റർസെക്ഷൻ, യൂണിയൻ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. വെരിഫൈ ചെയ്യാൻ പറയുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് LHSും RHSും സോൾവ് ചെയ്യുന്നു. അത് രണ്ടും ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെയാണെന്ന് വെരിഫൈ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം LHSലെ കാര്യങ്ങൾ എടുക്കുന്നു. അതിനുവേണ്ടി വീണ്ടും A is equal to തന്നിരിക്കുന്ന സെറ്റ് 2, 3, 4 ആണ്. B is equal to 2, 3, 4, 6 ആണ്. സോ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ചേർത്ത് ഫോം ചെയ്യുന്ന അടുത്ത സെറ്റാണ്. ഇവിടെ 2, 3, 4 ആണ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ സെറ്റ് 2, 3, 4. 6 ഇവിടെ ഉണ്ട്, പക്ഷേ എയിലില്ലാത്തത് കൊണ്ട് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്നാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് A ഇന്റർസെക്ഷൻ B എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് ഫ്രം ദി യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇവിടെ 2, 3, 4 ഉണ്ട്.
ഇതിൽ ഇല്ലാത്ത എലമെന്റ്സിന് യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 1ഉം 5ഉം 6ഉം ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 5 6. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയാണ് സിംപ്ലിഫൈ ചെയ്യാനുള്ളത്, സോൾവ് ചെയ്യാനുള്ളത്. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ RHS. ഇനി RHSൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. RHSൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാനാണ്. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ വരേണ്ട എലമെന്റ്സ് ഏതൊക്കെയാണ്? എ കോംപ്ലിമെന്റിൽ വരേണ്ടത് എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും. എ എന്ന് പറയുന്നത് 2 3 4 ആണ്. അപ്പൊ ഈ 2 3 4 കാണാൻ പാടില്ല എ കോംപ്ലിമെന്റിൽ. ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെയുണ്ടോ അതായിരിക്കണം എ കോംപ്ലിമെന്റ്. 1ഉം 5ഉം 6ഉം 1 5 6. സിമിലർലി ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ബിയിലുള്ളത് 2 3 4 6 ആണ്. അതിൽ നിന്നും യൂണിവേഴ്സൽ സെറ്റിൽ പിന്നെ റിമൈൻ ചെയ്യുന്നത് 1 and 5 ആണ്. സോ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 5. ഇനിയും എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും യൂണിയൻ ആണ് എടുക്കേണ്ടത്. ഈ രണ്ട് സെറ്റുകളും കൂടെ ചേർത്താണ് എഴുതേണ്ടത്. ചേർത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാവും. ഇവിടെ 1 5 എന്ന എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിയൻ എടുക്കുമ്പോൾ നമ്മൾ അത് ഒരു പ്രാവശ്യം മാത്രമാണ് എഴുതുക. 1 5 6. ഇവിടെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. സോ ഫ്രം 1 and 2, ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 രണ്ടും ഒരേ ആൻസർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സെറ്റ് 1 5 6, സെറ്റ് 1 5 6. Therefore, A intersection B complement is equal to A complement union B complement, hence verified. Okay. Number 5. Let A is equal to set 1 2 3. Then write number of subsets and all the subsets of A. ഏതൊരു സെറ്റ് തന്നാലും അതിന് സബ്സെറ്റ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അത് എത്ര എണ്ണം ഉണ്ടെന്നും ഏതൊക്കെയാണെന്നുമാണ് ചോദ്യം. ഫസ്റ്റ് പാർട്ട്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഏത് സെറ്റിന്റെയും സബ്സെറ്റ്സിന്റെ എണ്ണം കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് 2 raised to n, where n is the number of elements in the given set. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സെറ്റിൽ 3 എലമെന്റ്സ് ആണ് ഉള്ളത്. സോ ഹിയർ n is equal to 3. 2 raised to 3, which means 2 into 2 into 2 is equal to 8. അപ്പോൾ ഈ 1 2 3 എന്ന് പറയുന്ന സെറ്റിന് നമുക്ക് 8 സബ്സെറ്റ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെയാണ് സബ്സെറ്റ്സ്? അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തന്നിരിക്കുന്ന സെറ്റ് ഏതാണോ അത് അതിൻ്റെ ഒരു സബ്സെറ്റ് തന്നെ ആയിരിക്കും. സോ സെറ്റ് 1 2 3 is a സബ്സെറ്റ്. രണ്ടാമത്തെ കാര്യം, നൾ സെറ്റ്, അതായത് ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നൾ സെറ്റ് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ളത് ഈ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. 1 2 ഒരു സബ്സെറ്റ് ആണ്, 2 3 ഒരു സബ്സെറ്റ് ആണ്, 1 3 അനദർ സബ്സെറ്റ്, ദെൻ സിംഗിൾ എലമെന്റ്, സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. അപ്പൊ ഇങ്ങനെ 1 2 3 4 5 6 7 8 സബ്സെറ്റ് ആണ് 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് വരാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. റൈറ്റ് ദി ഇന്റർവൽ റെപ്രസെന്റിംഗ് ദ സെറ്റ് x such that x belongs to R -2 less than x less than or equal to 3. അപ്പൊ ഇതൊരു സെറ്റിനെ അഥവാ ഇന്റർവെലിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർവെൽ ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ നിന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. -2 less than x less than or equal to 3 എന്ന് വെച്ചാൽ നമ്മൾ ആ ഇന്റർവെൽ എഴുതുമ്പോൾ അതിൽ -2 ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് എഴുതേണ്ടത് സെമി ക്ലോസ്ഡ് ഇന്റർവെല്ലായിട്ടാണ്. ഒരു സൈഡ് ഓപ്പണും രണ്ടാമത്തെ സൈഡ് ക്ലോസ്ഡും ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ -2 ഈ ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നില്ല എന്നും, ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ 3 ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നു എന്നുമാണ്. അപ്പൊ ഈ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് is the semi closed interval -2 3. Question number 7. If U is the universal set 1 2 3 4 5 6 and A is equal to set 1 2 3 4, B is equal to set 3 4 5,
are two subsets of U, then write A complement and B complement. Second part, verify that A minus B is equal to A intersection B complement. So first part, A is equal to this given set 1, 2, 3, 4. Then A complement. A complement എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലമെന്റ്സ്. അപ്പോൾ 1, 2, 3, 4 എയിലുണ്ട്, ബാക്കിയുള്ളത് 5 and 6. So A complement is equal to 5, 6. B is equal to 3, 4, 5. B complement means ബിയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലമെന്റ്സ്. 3, 4, 5 ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളത് 1, 2, 6. സോ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 6. ഇനി സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വെരിഫൈ ദാറ്റ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ അഗെയിൻ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5. എ മൈനസ് ബി, എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ എയിൽ അവശേഷിക്കുന്ന എലമെന്റ്സ് ഏതാണോ അതാണ് എ മൈനസ് ബി. സോ ഇവിടെ രണ്ടിടത്തും ഉള്ളത് 3, 4 ആണ്. 3, 4 നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആൻസറിൽ വരുന്നത് 1 ഉം 2 ആണ്. സോ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2. ഇത് LHS ആണ്. ഇനി RHSലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4 ആണ്. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് സെറ്റ് 1, 2, 6 ആണ്. സോ ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ് ആണ്. രണ്ട് സെറ്റിലും വരുന്നത് 1 ഉം 2 ആണ്. സോ ഇറ്റ് ഈസ് 1, 2. ഇസ് ഇക്വേഷൻ നമ്പർ 2. നൗ വി ഹാവ് from equation 1 and 2, A minus B is equal to A intersection B complement. Question number 8, Venn diagram ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. Venn diagram എന്ന് പറയുന്നത് pictorial representation of sets ആണ്. So consider the Venn diagram given below and write A complement, B complement, A intersection B complement. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിൽ നിന്നാണ് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്, എയിലെ എലമെന്റ്സ് ഏതാണ്, ബിയിലെ എലമെന്റ്സ് ഏതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് 1, 2, 3, 4, 5, 6, 7, 8, 9. സോ സെറ്റ് യു ഇസ് ഈക്വൽ ടു ദെൻ സെറ്റ് എ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലെ എലമെന്റ്സ് ആണ്. 1, 2, 3, 4. ബി എന്ന് പറയുന്നത് 3, 4, 5, 6 ആണ്. എയിലും ബിയിലും ഉൾപ്പെടാത്തത് 7, 8, 9 ആണ്. നമ്മളോടുള്ള ചോദ്യം എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുമായ എലമെന്റ്സ്. അപ്പൊ എയിലുള്ളതെന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ 5, 6, 7, 8, 9. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെയിം സിമിലർലി ബിയിൽ ഇല്ലാത്ത എലമെന്റ്സും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും. അപ്പൊ ബിയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 ആണ്. അപ്പൊ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1, 2, 7, 8, 9. മൂന്നാമത്തേത് എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെന്റ്സ് ആണ്. അതിവിടെ നമുക്ക് കാണാം, ഈ കോമൺ സ്പേസിൽ വന്നിരിക്കുന്നത് 3 ഉം 4 ഉം ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 3, 4. ഇനിയാം ഈ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 3, 4 എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ആണ്. അത് 1, 2, 5, 6, 7, 8, 9 ആണ്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ പ്രോബ്ലത്തിന്റെ ആൻസർ എഴുതുക. നമ്പർ 9, ഇഫ് എം ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ then draw the Venn diagram of n minus m. Venn diagram of n minus m. ചോദ്യം അത്രേ ഉള്ളൂ. നമ്മളിതിനെ ഒരു വെൻ ഡയഗ്രം ഉപയോഗിച്ചാണ് n മൈനസ് എം ഒക്കെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ വെൻ ഡയഗ്രം എന്ന് പറയുമ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിന് ഏറ്റവും പുറത്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് എം ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ, അതായത് എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എന്നിലും ഉണ്ട്. സോ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഔട്ടറിൽ വരച്ചിരിക്കുന്ന സർക്കിള് എൻ എന്ന് പറയുന്ന സെറ്റിനെ സൂചിപ്പിക്കും. അതിന് ഇൻസൈഡിലാണ് എം എന്ന് പറയുന്ന സർക്കിൾ വരച്ചിരിക്കുന്നത്. കാരണം
എമ്മിലുള്ള എല്ലാ എലമെന്റ്സും എന്നിലുള്ളത് കൊണ്ട്. ഇനി നമ്മൾ കാണിക്കേണ്ടത് n മൈനസ് എം ആണ്. എം മാറ്റിക്കഴിഞ്ഞാൽ എന്നിൽ പിന്നെ ഉള്ള എലമെന്റ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ അതിന്റെ വെൻ ഡയഗ്രം ഏത്. അപ്പോൾ n ഈസ് വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു ഡയഗ്രം വരച്ചിരിക്കുകയാണ്. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റാണ് ഔട്ടറിലുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ സൂചിപ്പിക്കുന്നത്. സോ എന്നിൽ നിന്ന് എം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, അതാണ് n മൈനസ് എം. കൂടുതൽ വ്യക്തമാകാനായിട്ട് ഒരു എക്സാമ്പിളും കൂടി എടുത്തിരിക്കുന്നത്, ഇഫ് n ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് m ഈസ് ഈക്വൽ ടു സെറ്റ് 1 2, ദെൻ n മൈനസ് എം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് എമ്മിലെ എലമെന്റ്സ് മാറ്റിക്കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സ് ആണ്. 1ഉം 2ഉം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 3 4 ആണ്. പിന്നെ അത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എമ്മിലുള്ളത് 1ഉം 2ഉം, എന്നിൽ ഉള്ളത് 1 2 3 4. അപ്പോൾ ടോട്ടൽ ആ എന്നിൽ നിന്ന് എമ്മിലെ എലമെന്റ്സ് മാറ്റിയാൽ പിന്നെ ഉള്ളത് 3 4 ഉള്ള ഈ ഒരു ഭാഗമാണ്. സോ ഇതാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തരുന്ന പ്രോബ്ലം റെപ്രസെന്റ് ചെയ്യുന്ന വിധം. നമ്പർ 10, ഇഫ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് 63, ഫൈൻഡ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ഏതൊരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം 63 ആണ്. നമുക്ക് കാണേണ്ടത് ആ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ്. അതിനുവേണ്ടി പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സബ്സെറ്റ് എക്സ്ക്ലൂഡിങ് ദ ഗിവൺ സെറ്റ്, അതായത് ഒരു സെറ്റിന്റെ സബ്സെറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് എഴുതുന്ന ഒരെണ്ണമാണ് അതേ സെറ്റ് തന്നെ. പക്ഷെ ഇവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെയിം സെറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു 2n മൈനസ് 1. ടോട്ടൽ സബ്സെറ്റ്സ് ആണെങ്കിൽ 2n ആണ്. ഇപ്പൊ അതിൽ നിന്ന് ഒരു സെറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നതുകൊണ്ട് അത് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷൻ 2n മൈനസ് 1 എന്നാവും. വേർ n ഈസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ്. ആൻഡ് ഹിയർ ഗിവൺ ദാറ്റ് 2n മൈനസ് 1 ഈക്വൽ ടു 63. That is 2n is equal to 63 plus 1 64. This 2n is equal to 64 and 64 can be written as 2�6. 2 into 2 into 6 times. Therefore, from this equation we get n is equal to 6. അപ്പോൾ ആ സെറ്റിനകത്ത് 6 എലമെന്റ്സ് ആണുള്ളത്. 6 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റിൽ സെറ്റ് 63 എണ്ണമാണ് ഉള്ളത്. ഇനി ടോട്ടൽ സബ്സെറ്റ് ആണെങ്കിൽ അത് 64 എണ്ണമെന്നും നമുക്ക് ആൻസർ കിട്ടും.